UDF-ൽ തന്നെ എങ്ങനെയാണ് ഈ ചർച്ചകൾ പുരോഗമിക്കുന്നതെന്ന് നോക്കിയാൽ റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോൺഗ്രസിലെ നേതൃമാറ്റ ചർച്ചകളെ പിന്തുണയ്ക്കുകയാണ് മുസ്ലിം ലീഗ്. ചർച്ചകൾ UDF-ന് ഗുണം ചെയ്യുമെന്നും ലീഗിന്റെ അഭിപ്രായം ശരിയായ വേദിയിൽ പറയുമെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ലീഗ് നേതൃത്വത്തിന് താൽപര്യം രമേശ് ചെന്നിത്തലയോടെന്നാണ് സൂചന. സാമുദായിക സംഘടനകളെ ഒപ്പം നിർത്താനുള്ള ചെന്നിത്തലയുടെ നീക്കങ്ങൾ ഫലപ്രദമാകുമെന്നാണ് വിലയിരുത്തൽ. ലീഗിനെ VD സതീശൻ വേണ്ടവിധം പരിഗണിച്ചില്ലെന്നും പരാതിയുണ്ട്. ചെന്നിത്തലയുടെ നീക്കം നേട്ടമാകുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസും. ഇപ്പോൾ സംസ്ഥാനത്ത് UDF-ന് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ട്. അടുത്തത് UDF ആണ് എന്ന ചിന്ത എല്ലാവരിലും ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഒക്കെ വരും. പക്ഷേ കോൺഗ്രസ് സമയമാകുമ്പോൾ ഒരു നേതാവിനെ നിശ്ചയിച്ച് മുന്നോട്ട് പോയിക്കോളും. അതിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഓപ്പൺ ചർച്ചകളൊക്കെ സർവ്വസാധാരണയാണ്. ലീഗിന് അഭിപ്രായമൊക്കെ ഉണ്ട്. ലീഗിന് അഭിപ്രായം പറയേണ്ട സമയത്തേ പറയുള്ളൂ. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം ചേരുന്നു. അഷ്കർ അലി കരിമ്പ, PK കുഞ്ഞാലിക്കുട്ടി, ഉമ്മൻചാണ്ടി, KM മാണി ആ കൂട്ടുകെട്ട് ഇന്നില്ല. പക്ഷേ ഇനി പ്രിയം രമേശ് ചെന്നിത്തലയോടാണെന്നല്ലേ കുഞ്ഞാലിക്കുട്ടിയും സൂചിപ്പിക്കുന്നത്? അസുജ, തീർച്ചയായും. കാരണം പല ഘട്ടങ്ങളിലായി നിലവിലുള്ള UDF നേതൃത്വത്തിൽ നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും VD സതീശൻ അടക്കമുള്ളവർക്ക് തന്നെ ലീഗിനെ വേണ്ട വിധത്തിൽ പരിഗണിക്കുന്നില്ല എന്നുള്ള പരാതി മുസ്ലിം ലീഗിനുണ്ടായിരുന്നു. നേരത്തെ ഉമ്മൻചാണ്ടി ആണെങ്കിലും രമേശ് ചെന്നിത്തല ആണെങ്കിലും പാണക്കാട്ടെയും അല്ലെങ്കിൽ മലപ്പുറത്തെയും ഒക്കെ ലീഗിൻ്റെ നിത്യ സന്ദർശകരായിരുന്നു, അതിഥികളായിരുന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ ഏറെ മാറിയുള്ള ഒരു നിലപാടായിരുന്നു VD സതീശൻ അടക്കമുള്ള പുതിയ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിരുന്നത്. ഏറ്റവും അവസാനമായി പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തുമ്പോൾ പോലും, അല്ലെങ്കിൽ നന്ദി പറയാൻ എത്തുമ്പോൾ പോലും പ്രിയങ്കയുടെ പരിപാടി പോലും ലീഗ് നേതൃത്വത്തെ അറിയിച്ചില്ല, ലീഗ് നേതാക്കളെ ക്ഷണിച്ചില്ല എന്നടക്കമുള്ള പരാതി മുസ്ലിം ലീഗ് നേതൃത്വത്തിനുണ്ട്. ഇക്കാര്യത്തിൽ തന്നെ അതുകൊണ്ട് തന്നെ VD സതീശനോടൊപ്പം അല്ല, മറിച്ച് രമേശ് ചെന്നിത്തലയോടൊപ്പം തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കൾക്ക് പ്രിയം എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഈ സാമുദായിക സമവാക്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള രമേശ് ചെന്നിത്തല പ്രവർത്തനം അത് UDF-ന് ഗുണം ചെയ്യും. സ്വാഭാവികമായും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അത് UDF-ന് മുതൽക്കൂട്ടാകുമെന്ന വിലയിരുത്തൽ തന്നെയാണ് ഇപ്പോൾ ലീഗ് ഉള്ളത്. സുജ, അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്.